കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം പ്രിയ വാര്യർ ഒരു ഡ്രസ്സ് ഇട്ട് വന്നതിൻ്റെ മുകളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടു. എന്തുകൊണ്ടാണ് കാവി നിറത്തിലുള്ള ഈ ഡ്രസ്സ് തിരഞ്ഞെടുത്തതെന്നുള്ളത്, അല്ലെങ്കിൽ ഈ കളർ എന്തിനു തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഒരാളുടെ ഒരു ഡ്രസ്സിങ് എന്ന് പറയുന്നത്, കളർ സെലക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഒരു പേഴ്സണൽ ഫ്രീഡമാണ്. അതിൽ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ ഒരു ശരിയായൊരു മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മാധ്യമ പ്രവർത്തകനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യെല്ലോ ചാനലിൻ്റെ മഞ്ഞ പത്രത്തിൻ്റെ ഒരാളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചോദ്യം വളരെ വെറുതെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രിയ വാര്യർ വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ പേഴ്സണലി. വെറുതെ എന്തെങ്കിലും ഇനിയിപ്പോൾ വായിന്ന് എന്തെങ്കിലും ഒരു വാക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിടിച്ചു തൂങ്ങി ചുമ്മാ വിവാദം ഉണ്ടാക്കുക. ആ ഒരു നടിക്ക് സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളി നേരിടാനുള്ള ഒരു ചാൻസ് ഒരുക്കി കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് ഇയാൾ ചെയ്യാൻ നോക്കിയത്. വളരെ മോശമായൊരു കാര്യമാണിത്. ഇതൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു രുദ്രാക്ഷമാല ഇട്ടാലോ അല്ലെങ്കിൽ കയ്യിലൊരു ചരട് കെട്ടിയാലോ RSS ആക്കുക, സംഖ്യയാണോ ചോദിക്കുക. ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഓരോരുത്തർ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ രുദ്രാക്ഷമാല ഇടാറുണ്ട്, ചിലപ്പോൾ ഞാൻ കുരിശുമാല ഇടാറുണ്ട്. അതെൻ്റെ ചോയ്സാണ്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്ന അതൊന്നല്ല, അതെൻ്റെ ചോയ്സാണ്. ഇതുപോലെയാണ് എല്ലാവർക്കും. ഇതുപോലെയാണ് ഇപ്പോൾ പ്രിയ വാര്യർ കാവി ഡ്രസ്സ് ഇട്ട് വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളാവുന്നില്ല, പച്ച ഡ്രസ്സ് ഇട്ട് വന്നാൽ വേറെ രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളും ആവുന്നില്ല. അത് അവരുടെ ഒരു ചോയ്സാണ്, അത്രയേ ഉള്ളൂ.